ഗുരുവായൂരിൽ ഇന്ന് വളരെ വിശേഷപ്പെട്ട ചില പൂജകളുണ്ടായിരുന്നു. പൂജകളല്ല, ശുദ്ധി നിർത്തലാണ്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യൂട്യൂബറാണ്, അവിടെ കയറിയിട്ട് അവിടെ രുദ്രതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകി. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അവിടെ റീലിൽ ഉൾപ്പെടെയുള്ള ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിന് സമീപത്ത് ആയുധധാരിയായ സെക്യൂരിറ്റി ഉണ്ട്, വനിതാ സെക്യൂരിറ്റി ഉണ്ട്. ഇവരാരും കാണാതെയാണ്, അല്ലെങ്കിൽ ഇവർ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്നതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അവിടെ ഇറങ്ങി കാല് കഴുകാൻ പറ്റിയത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ സുഡാപ്പികളും കുറേ ഹിന്ദു നാമധാരികളും, അതിൽ സഖാക്കന്മാരുണ്ട്, നിഷ്കളങ്കരായ ആളുകളുമുണ്ട്, ചോദിക്കുന്ന അങ്ങനെ വന്ന് കാലൊന്ന് കഴുകിയെങ്കിൽ എന്താ തെറ്റ്? പെട്ടെന്ന് തോന്നുമ്പോൾ അമ്പലത്തിനകത്തല്ലല്ലോ, അമ്പലക്കുളത്തിലല്ലേ എന്നൊരു ചോദ്യം വരും. പക്ഷേ ഇത് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഗുരുവായൂരിലെ വെറും ഒരു കുളമല്ല അത് രുദ്രതീർത്ഥക്കുളമാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ രുദ്രൻ്റെ സാന്നിധ്യമുള്ള കുളം എന്നാണ് സങ്കല്പം. അത് ക്ഷേത്രം പോലെ തന്നെ പവിത്രമാണ്. അവിടെ അശുദ്ധി വരാൻ പാടില്ല. അശുദ്ധി വന്നാൽ, ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടായാൽ ചെയ്യുന്നത് പോലെയുള്ള പൂജകൾ ചെയ്യണം. അപ്പോൾ 18 പൂജകൾ ചെയ്യണം. ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ഉച്ച കഴിയുന്നത് വരെയുള്ള ഈ പരിഹാര ക്രിയകൾ ചെയ്യുകയും ആ സമയത്ത് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെ പരിഹസിക്കുകയാണ്. ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ അങ്ങ് പരിഹസിക്കാൻ വലിയ ആവേശമാണ് സഖാക്കൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും. കൂട്ടത്തിൽ പുരോഗമനവാദികളായ ഹിന്ദുക്കളുണ്ട്. അമ്പലമല്ലേ, അവിടെ കുളത്തിലൊന്നും ഇറങ്ങിയത് എന്താ? ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന കുളമുണ്ട്. ആറാട്ടുകുളം എന്ന് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരും അങ്ങനെ ഇറങ്ങാറില്ല. അതൊക്കെ നമ്മൾ പണ്ട് മുതലേ പാലിച്ചു വരുന്ന ഒരു ആചാരമാണ്. ഇപ്പം ഞാൻ ആലോചിക്കുക, ഈ സൗദി അറേബ്യക്ക് പോകുമല്ലോ, സൗദി അറേബ്യയിലേക്ക് പോകുന്ന അഹമ്മദ് മാഷ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ വരുത്തായിരുന്നു. പക്ഷേ എൻ്റെ അറിവ്, ഞാൻ അത്യാവശ്യം റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്, ആ സൗദിയിലേക്ക് പോകുന്ന പുരുഷന്മാർ, സ്ത്രീകളുടെ കാര്യം എനിക്കറിയത്തില്ല, പുരുഷന്മാർ അടിവസ്ത്രം ധരിക്കാൻ പാടില്ല, ഒരൊറ്റ മുണ്ട് കൊടുക്കണം. അതായത് തുന്നാത്ത ഒറ്റ വസ്ത്രം ധരിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ആചാരമാണ്. ആ ആചാരം പാലിക്കാം. സാത്താനെ കല്ലെറിയാൻ ഫ്ലൈറ്റ് പിടിച്ചു പോവാം. സാത്താനെ കല്ലെറിയാൻ അത് അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ഗുരുവായൂർ ഹിന്ദുക്കൾ മറ്റാർക്കും ദോഷം വരാതെ സമാധാനത്തോടെ ഹിന്ദുവിൻ്റെ കാര്യം നോക്കി നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ അന്യമതസ്ഥരായ ആളുകൾ കയറി ചെന്ന്, ആ കുട്ടിക്ക് ഒരു പക്ഷേ അജ്ഞത കൊണ്ടായിരിക്കാം, അത് നമുക്ക് വിട്ടുകളയാം. പക്ഷേ അങ്ങനെ ചെയ്താൽ പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിൽ സുഡാപ്പികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ക്ഷേത്രം ഭരിക്കുന്നത് ആരാണ് എന്നിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ? അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രീതി ക്ഷേത്രത്തിൽ നടപ്പാക്കണമെന്നാണോ? എന്താണ് ഈ സംഭവിക്കുന്നത്? ഹിന്ദുവിന് നേരെ നിരന്തരം മെക്കിട്ട് കയറുന്നതിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഗുരുവായൂരെ ഈ ആചാരലംഘനവും അത് പരിഹരിക്കാനുള്ള പ്രതിവിധികൾ ചെയ്യുമ്പോഴുള്ള ആക്ഷേപിക്കലും. സുനിൽ പറഞ്ഞപ്പോൾ ഇത് യൂട്യൂബറാണ് എന്നാണല്ലോ ഈ ജാസ്മിനെ പറ്റി പറഞ്ഞത്. ഈ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എന്നെ പോലെ തന്നെ കുറച്ചുകൂടി ഈ ജാസ്മിനെ പറ്റി ധാരണ ഉണ്ടാവും. ഇവര് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാണ്. എനിക്കറിയില്ല. അപ്പൊ ബിഗ് ബോസില് കുറച്ച് എപ്പിസോഡുകൾ ഞാനും ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മോഹൻലാൽ വരുന്ന ദിവസം ഉണ്ടല്ലോ, 2 ദിവസം, ഇവര് ഈ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ ഉണ്ടല്ലോ, വേറൊരു പയ്യന്റെ കൂടെ, അത് ആകെ മലീമസമായിരുന്നു ഈ ബിഗ് ബോസ് അത്തരം രംഗങ്ങൾ കൊണ്ട്. അപ്പോ സാധാരണഗതിയിൽ ഒരു സ്ത്രീയോ പെൺകുട്ടിയോ ഒന്നും പെരുമാറുന്ന രീതിക്കല്ല ഈ ജാസ്മിൻ ബിഗ് ബോസിൽ. കാരണം ബിഗ് ബോസിൽ ഇവര് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഇവര് നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു യൂട്യൂബർ അല്ല. ശരീരത്തിന്റെ ചില വശങ്ങളൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളില്ലേ ഈ വിളിച്ചിട്ട്, ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അജ്ഞത കൊണ്ട് കുളത്തിലിറങ്ങിയതായിരിക്കാം എന്ന് സുനിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. പക്ഷേ ആലോചിക്കുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഗുരുവായൂരമ്പലം ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. എന്നാലും മുസ്ലിമായിട്ട് ജനിച്ചു, മുസ്ലിമായിട്ട് ജീവിക്കുന്നോ ഇല്ലെന്നാൽ അവരുടെ വിഷയം, അത് അവരുടെ സൗകര്യവും അവരുടെ താല്പര്യവും അവരുടെ സ്വകാര്യതയാണ്. പക്ഷേ അവർ ഹിന്ദുക്കൾക്ക്, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, നിയമമുണ്ട്, ഹൈക്കോടതി വിധിയുണ്ട്, അവിടെ ബോർഡുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് തീരുമാനിക്കൽ, ഇവരാരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർ പറഞ്ഞു കാണാം അവിടെ പുലിവാലാണ്. മാത്രമല്ല മറ്റേ ജസ്ന സലീമിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് വിലക്കുമുണ്ട് എന്നറിയാം. അപ്പോൾ ഇവർ
നുഴഞ്ഞു കയറി ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നതായിരിക്കണം. എന്താ സംശയം? അതൊരു അജണ്ടയുടെ ഭാഗമാണ്. വേറൊരുത്തൻ പൂട പറിച്ചതും ഈ ഗുരുവായൂർ അതെ അതെ ധർമ്മസ്ഥലയിൽ നമ്മൾ കാണുന്നില്ലേ അജണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മറ്റേ റിപ്പബ്ലിക്കിലൊരു വാർത്തയുണ്ട്, ഇയാളുടെ വീടൊക്കെ അന്വേഷിച്ച് ചെന്നൈ പോയി കഴിഞ്ഞപ്പോ അയാളിപ്പോ ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് സത്യമംഗലം പ്രദേശത്തുണ്ടായിരുന്ന നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞു, ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ഈ പാസ്റ്ററുടെ കൂടെയായിരുന്നു ഇയാൾ. അവിടെ വെച്ച് ഇയാൾ നമ്മളാണിത് ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, നമ്മുടെ ചാനലിൽ പറഞ്ഞു, ചെന്നൈ ഭീമ എന്ന് വിളിക്കുന്ന ഇയാൾ മതം മാറി തോമസ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എത്രയോ ദിവസം മുമ്പ്. അപ്പോ ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. നേരത്തെ ഒരു പെൺകുട്ടി അവിടെ ശ്രീകൃഷ്ണന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞു, അവര് ചിത്രമൊക്കെ വരച്ച് പിന്നെ തന്ത്രിയുടെ പ്രസൻസിൽ അവർ നിൽക്കുന്ന ചിത്രങ്ങൾ, ധാരാളം ചിത്രങ്ങൾ എടുത്ത് അവര് ഈ ചിത്രങ്ങൾ വിറ്റ് പിന്നെ ഈ റീലുകൾ, അവരും റീലുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ പശ്ചാത്തലം തന്നെ ഇങ്ങനെ സംശയാസ്പദമായ കാര്യങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരാളെ പറഞ്ഞിവിടെ മനഃപൂർവ്വം കൊണ്ടുവരാൻ കാരണം അതിനൊക്കെ ധൈര്യമുള്ള ഒരു കുട്ടി തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് ജാസ്മിൻ അത് ബിഗ് ബോസ് കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഇവർ പിന്നെ യാത്രയൊക്കെ അയാളുടെ കൂടെ പുറത്തേക്ക് സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണ്. കാരണം ടിപ്പു സുൽത്താന്റെ കാലത്ത് പിടിച്ചടക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂര്. അപ്പൊ ഗുരുവായൂര് ടിപ്പു ഇത് പിടിക്കാതെ പോയത് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അസൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഇടനില നിന്നിട്ട് വലിയ തുക മേടിച്ചു കൊടുത്തു. പറയുന്ന പൈസ അവിടെ നിന്ന് വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അല്ലെങ്കിൽ അന്ന് ഗുരുവായൂർ കൊള്ള ചെയ്യപ്പെടുമായിരുന്നു. അത് മാത്രമല്ല ആ വിഗ്രഹം കൊണ്ട് അമ്പലപ്പുഴ കൊണ്ട് വെച്ചു. നമ്മുടെ എറണാകുളത്ത് രവിപുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അന്ന് രാത്രി ഇറക്കി വെച്ച പോകുന്ന വഴിക്ക്. ആ ഇറക്കി വെച്ച സ്ഥലമൊക്കെ അവിടെയുണ്ട്, പവിത്രമായി അവർ സൂക്ഷിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ അമ്പലപ്പുഴയിൽ പോവുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല, അടുത്ത കാലത്ത് അമ്പലപ്പുഴയിൽ തൊഴാൻ പോയപ്പോ അവിടെ ഒരു കൊച്ചു ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിട്ടും ഉണ്ട്. അവിടെ ഒരു ഉപദേവതയായിട്ട് ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആചാരങ്ങൾ, അതായത് ഈ ക്ഷേത്രക്കുളം ഉണ്ടല്ലോ, ഗുരുവായൂർ ക്ഷേത്രക്കുളം, ഇത് ആർക്കും സ്പർശനമാകാൻ, സ്പർശനത്തിൽ അയിത്തം പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചി രാജകുടുംബത്തിൽ ഒരാൾ തൃശ്ശൂരിൽ താമസിക്കുന്ന ആളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഇത് സ്വകാര്യ കുളമാണിത്, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ. ഇതൊരു പൊതുക്കുളമല്ല. പൊതുക്കുളമാണെങ്കിൽ പൊതു ഇടത്ത് എങ്ങനെ പെരുമാറാം എന്നുള്ളത് ബാധകമാവുകയുള്ളൂ. ഞാൻ അറിഞ്ഞത് ഈ രുദ്രതീർത്ഥക്കുളത്തിന്റെ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശന ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് കിഴക്കേ നടയിലുണ്ടായിരുന്ന ബോർഡും ഈ ബോർഡും സമീപകാലത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശരിയായിരുന്നു എന്നൊരാൾ പറഞ്ഞു. നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നവിടെ ബോർഡ് കാണുമായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ അത് കാണുന്നില്ല. ശരിയാണ്. നമ്മുടെ നാട്ടില് സമരങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. തളിയിൽ നടന്നിട്ടുണ്ട്. മിതവാദി ശ്രീകൃഷ്ണൻ, മഞ്ചേരി രാമയ്യ ഒക്കെ ആണ്. ഇത് ആ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ വഴിയിലെ, അതുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാതെ അമ്പലത്തിന്റെ വഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടല്ല. വൈക്കത്തും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അയിത്തം എന്ന് പറഞ്ഞിട്ട് നടന്ന സമരമല്ല, സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ വഴികളിലൂടെ. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം, അത് പൊതുവഴിയാണ്, സഞ്ചരിക്കാം എന്നുള്ളത്. ഈ കുളം എന്നുള്ളത് പൊതുക്കുളമല്ല. പൊതു ആയിട്ട് ആളുകൾ വന്ന് കുളിക്കുന്ന ആ പ്രദേശത്ത് കയ്യും കാലും കഴുകുക അല്ല, അതിനുവേണ്ടിയുള്ള കുളം അല്ലത്. ഇത് കയ്യും കാലും കഴുകുക അല്ലെന്നേ ജാസ്മിൻ ചെയ്തത്. റീലാണ്, റീലിന് വേണ്ടിയിട്ടുള്ള അഭിനയമാണ്, അഭിനയ മുഹൂർത്തങ്ങളാണ്. നിങ്ങൾ റീല് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ആ റീലില് ഈ മറ്റേ ചില സിനിമയിലൊക്കെ ഇങ്ങനെ രണ്ടും കാലും ഇങ്ങനെ ആട്ടിയിട്ടൊക്കെ ഉള്ള പരിപാടിയില്ലേ, ഇതൊക്കെയാണ് ഈ ഗുരുവായൂർ വന്ന് തന്നെ ഇവൾക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യണം. അത് ശരിക്കും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണിത്. അത് വളരെ വ്യക്തമാണ് അതിൻ്റെ അകത്ത്. ഇത് വളരെ സിമ്പിളായിട്ട് അജ്ഞത കൊണ്ടൊരു റീല് കുളത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ കുളത്തിൽ തന്നെ വേണം. എത്ര കുളം വേറെ ഉണ്ട്. ആളുകൾ വേറെ പലതും കഴുകുന്ന കുളങ്ങൾ നാട്ടിൽ വേറെ ധാരാളം ഉണ്ടല്ലോ. ഞാൻ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു അക്രമം കാണിച്ചു, നിങ്ങൾ കണ്ടോ? അതോടുകൂടി വൈറലാവുക, വെല്ലുവിളിച്ച് കോടതിയെയും ദേവസ്വത്തെയും ഹിന്ദുക്കളുടെ വിശ്വാസത്തെയും വെല്ലുവിളിച്ച് ഞാനങ്ങ് വൈറലാവുക. ഇനി ജാസ്മിന്റെ കാര്യം നിൽക്കട്ടെ. മുമ്പ് വയലാർ രവിയുടെ കുട്ടി അവിടെ മൂത്രമൊഴിച്ചു, പേരക്കുട്ടിയോ മറ്റോ അവിടെ പോയി മറ്റേ പുണ്യാഹവും ശുദ്ധീകരണവും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വയലാർ രവിയാണ് അതിന്റെ പൈസ കൊടുത്തത്.
ഇപ്പോഴത്തെ ഈ പൂജയുടെ പൈസ ജാസ്മിൻ്റെ നിന്ന് ഈടാക്കേണ്ടതല്ല. ഈടാക്കേണ്ടതാണ്. അതിന്റെ വകുപ്പ് എന്താ? അതിനുള്ള ധൈര്യം ദേവസ്വം ബോർഡിനില്ല. കാരണം സഹാക്കന്മാരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേസ് കൊടുത്ത് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കേണ്ടതാണ്. ഇന്ന് വേറെയും നഷ്ടമില്ലേ? ഇന്നിപ്പോ ഞാൻ ഗുരുവായൂർ ഈ ചർച്ചയ്ക്ക് മുമ്പ് വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് നാലമ്പലത്തില് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഭക്തജനങ്ങൾക്ക് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. 18 പൂജ ആവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് ശിവേലി ആവർത്തിക്കുക. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് രാവിലെ സുനിൽ കാണാറില്ല, ആ നിർമ്മാല്യം തൊഴാനായിട്ട് തലേന്ന് 9 മണി മുതൽ ആളുകൾ അവിടെ ക്യൂ ഇരിക്കുന്നത് കാണാം. അവിടെ തലേന്ന് തന്നെ അവിടെ രാത്രിയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ജാസ്മിൻ ജാഫർ എത്ര ആയിരക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും അവർക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വ്രണപ്പെടുത്തിയത് അറിയാതെയല്ല, മനഃപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിനെ പറ്റി അറിയാവുന്നതുകൊണ്ട്. ഏതായാലും ഈ സ്ത്രീക്കെതിരെ ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ചാവക്കാട് മജിസ്ട്രേറ്റിന് പോലീസ് കൈമാറിയിട്ടുണ്ട് അടുത്ത നടപടിക്കായിട്ട്. ഒരു മാപ്പ് പറയലും റീല് പിൻവലിക്കലും കൊണ്ട് ഇത് അവസാനിക്കുന്ന കാര്യം. അതുകൊണ്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ഗുരുവായൂർ കയറി എന്തും ആകാം എന്ന് കാണിക്കുന്ന ഒരു ധിക്കാരമുണ്ടല്ലോ, തൻ്റെ ഇടം, അത് അവസാനിപ്പിക്കാൻ നല്ല തണ്ടലുള്ള കൈക്കരുത്തുള്ള ഹിന്ദു പെൺകുട്ടികൾ രംഗത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതാണ്, ഹിന്ദു പെൺകുട്ടികൾ രംഗത്തിറങ്ങണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.